ടു ദ ബ്ലോഗ് ഷോപ്പ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ഹാള് കാണിക്കാൻ പോകുന്നത്. അപ്പം എന്തൊക്കെ കാണിച്ച് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ബാഗിൽ നോക്കാം. ഇത് എൻ്റെ ബാഗാണ്. സ്പേസ് 4 കള്ളിയുണ്ട്. അനിയത്തിയുടെ ബാഗ് കാണിച്ചത് അവളുടെ ബാഗാണ്. ഇതിലും 4 കള്ളിയുണ്ട്. ഇതിൽ വല്ല സാധനങ്ങൾ വെച്ചുണ്ടോ നോക്കാം. ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ്. അവളുടെ ബാഗ് ഇതാണ്. ഇത് വേണമെങ്കിൽ ഇതാക്കാം. ഇതൊക്കെ ബാഗ് ബസാർ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ ആരും വാങ്ങിയിട്ട് കുറച്ച് അബദ്ധങ്ങൾ ഞങ്ങൾക്ക് തെറ്റിയുണ്ട്. അപ്പം അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നെക്സ്റ്റ് ലഞ്ചിറ്റാണ്. ഇതെൻ്റെ ലഞ്ചിറ്റാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചത് എനിക്കൊരു പിടിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ചൂടുള്ള സാധനം വെച്ചാൽ ചൂടാറില്ല. അങ്ങനത്തെ പ്രത്യേകം വെച്ചിട്ടുള്ള അലുമിനിയം ഫോയിൽ എന്താ ടൈപ്പ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റാണിത്. നല്ല ക്വാളിറ്റി ആയിട്ട് ഇതിൻ്റെ വാറായാലും അല്ലാതായാലും ക്വാളിറ്റി സൂപ്പറാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത് സ്റ്റീലിൻ്റെയാണ്. പക്ക സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാപ്പ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഉള്ളിൽ സ്റ്റീലാണ്. അപ്പം ഇത് ഞാൻ ബാഗ് ബസാറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ് ചോറ്റും പാത്രമാണ്. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഇത്രയും ഞാൻ കഴിക്കുള്ളൂ ചോറ്. ഇത് നല്ലതാണ്. ഇതൊക്കെ വരുന്നുണ്ട്. അധികം ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അധികം ചോറ് വേണ്ടവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നല്ല സ്റ്റീലാണ്. ക്വാളിറ്റി അടപ്പൊന്നും ലൂസ് അല്ല. നമുക്കെന്താ ഇനി വേറൊരു സാധനമുണ്ട്. ഇതൊരു കുഞ്ഞു പാത്രമാണ്. കുഞ്ഞ് ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ചമ്മന്തി അച്ചാറൊക്കെ കൊണ്ടുപോകാം. നമുക്ക് അതിന് എപ്പോഴെങ്കിലും വേറെ പാത്രം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലഞ്ച് കിറ്റുള്ളത്. ഇനി എൻ്റെ അനിയത്തിയുടെ കിട്ടുക. ഇതാണ് എൻ്റെ അനിയത്തിയുടെ. ഞങ്ങൾക്ക് രണ്ടാൾക്കും സെയിം മോഡലാണ്. അപ്പം കളർ ചേഞ്ച് ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് സെയിം മോഡലാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ള എന്താ നോക്കാം. ഇതിൻ്റെ ഇത് സ്പൂൺ ടൈപ്പ് ഓട്ടോ വന്നിട്ടുള്ളത്. അതാണ് പ്രത്യേകത. നമുക്ക് ഇതിൽ തുറക്കാം. ഇതും നല്ല മെറ്റീരിയൽ. ഇത് ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഡപ്പയാണ് നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂട്ടണ്ട, കഴിഞ്ഞ കൊല്ലത്തെയാണ്. ഈ ബോട്ടിൽ ഇതാണ്. സ്റ്റീലിൻ്റെ ആണ്. ഇത് കാണുന്നത് യൂണിക്കോൺ പിങ്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇത് നല്ല രസമാണ്. അത് കാണാം. ഉള്ള സ്റ്റീലാണ്. പിന്നെ ഇത് നല്ല ക്വാളിറ്റി വൈസ് ഉള്ളതാണ്. ലീക്ക് ഉണ്ടാവില്ല. അത് പിന്നെ ലഞ്ച് ബോക്സ് ഇതാണ്. ഈ ലഞ്ച് ബോക്സ് നല്ലതൊക്കെയാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. എന്നാലും സ്റ്റീലിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവൾ വാശി പിടിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ഇത് കണ്ടു. അതിൻ്റെ കൂടെ ഒരു കറുപ്പാത്രം വരുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇതിലൂടെ 2 സ്പൂൺ. പിന്നെ ഈ പാത്രം. പിന്നെ ഇതിൽ കൊള്ളാണ്. ഇത്ര ചോറേ കൊള്ളുള്ളൂ. ചോറ് അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് മതി. കോഴി അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് വെക്കാം. വാട്ടർ ബോട്ടിലൊക്കെ വെക്കാം. അല്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും. നമുക്കിങ്ങനെ അടച്ച് വെക്കാം. നെക്സ്റ്റ് എന്താ ഈ പൗച്ചുകൾ കണ്ടത് നിങ്ങൾക്ക്. ഇത് എൻ്റെ അനിയത്തിയുടെ പൗച്ചാണ്. ഇത് കൊറിയുമോനാണ്. എന്താ ഏതൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് എനിക്കറിയാം. പക്ഷെ എൻ്റെ പേര് മര്യാദയ്ക്ക് കേൾക്കുന്നില്ല. ഇനി സ്റ്റേഷനറീസൊക്കെ ഞാൻ കാണിക്കാം.
ഇത് പൗച്ചാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റേഷനറീസ് കുറച്ചപ്പോൾ അത് കാണിക്കാം. ഒരു സ്കെയില്, ഇത് ഞങ്ങൾ ഇട്ടാട്ടോ. ഈ ഗ്ലൂവും സ്കെയിലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഈ റബ്ബറും ഇതും കട്ടറും പിന്നെ പൗച്ച്, ഇതാണ് അവളുടെ പൗച്ചിലുള്ളത്. ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് 15 രൂപയുടെ ഗ്ലൂ ആട്ടോ. ഫെവിസ്റ്റിക്കാണിത് അത്. പിന്നെ നടരാജിൻ്റെ സ്കെയിലാണ് എപ്പോഴും ഞങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ട് ഞങ്ങൾ നടരാജാണ്. ഇനി എൻ്റെ പൗച്ച് എന്ന് വെച്ചാൽ ഇതാണ്. ഇതിൻ്റെ കോലൊന്നും ഇങ്ങനെയാണ് ശരിക്കും. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റേ മേക്കപ്പ് പൗച്ചൊക്കെ പോലെ, പക്ഷെ കുറച്ച് ഓവറായോ എന്ന് എൻ്റെ ശ്രമിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ചുറ്റി വയ്ക്കലാണ് എൻ്റെ പണി. എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വലിയ ഇതാണ്, കുറച്ച് സാധനമുള്ള സ്കെയില്, പിന്നെ ഫെവിക്വിക്കിൻ്റെ ഗ്ലൂസ് ഞാൻ കാണിച്ചാണ്. പിന്നെ അപ്സറയുടെ വലിയൊരു റബ്ബർ, ഞങ്ങൾ അപ്സറയാണ് എപ്പോഴും. പിന്നെ ഇത് എന്താ പറയുക, ഇത് നമ്മുടെ പെന്നാണ്, ജെല്ലാണ്. എനിക്ക് ജെല്ല് ഇഷ്ടം വരും. ബോളാകുമ്പോൾ എൻ്റെ കയ്യിൽ, എന്നാലും ജെല്ലും അത്ര നല്ല ഒന്നല്ല. ബോളാകുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വാനെടുത്ത് നിന്നൊക്കെ തൊലി പോകും. അതാണ് ജെല്ല് വാങ്ങിച്ചത് ഇപ്രാവശ്യം. പിന്നെ യൂണിമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് വേണമെന്ന് തോന്നുന്നു. ജെൽ പെൻ അത് 2 പിന്നെ ഒരേ ഒരു പെൻസിൽ എനിക്ക് ആവശ്യമുള്ളൂ അടുത്ത വർഷം. എന്നുവെച്ചാൽ അങ്ങനെ ഞാൻ പെൻസിലല്ല, ഞാൻ 60ക്കാണ് അടുത്തത്. അപ്പം എനിക്ക് ഒരേ ഒരു പെൻസിലിൻ്റെ ആവശ്യമുള്ളൂ, അത് അപ്സറ. അധികം വരയ്ക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ കുത്തുകോമ അതിനൊക്കെ പെൻസിലായാലും എപ്പോഴും ശരണം. ഇനി നെയിം സ്ലിപ്പ്, ഇത് എൻ്റെ അനിയത്തിയുടെ നെയിം സ്ലിപ്പാണ്. ബാർബി ഫാനാണ് കുട്ടി. പിന്നെ ഞാൻ BTS ആണ് വാങ്ങിച്ചത്. BTS നല്ലതാണ്, ബട്ട് ഞാൻ അന്വേഷിച്ച് വന്ന നോർമലായിട്ട് പ്ലെയിൻ നെയിം സ്ലിപ്പില്ല, അതാണ്. പിന്നെ കിട്ടിയപ്പോൾ കയ്യിൽ BTS കിട്ടി, പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുതിയ പേപ്പർ കുറച്ച് വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഗ്രേ കളർ പേപ്പർ. നല്ല രസമില്ല. ഇതിന് 60 രൂപയാണ് വരുന്നത് ഈ 2എണ്ണത്തിന്. ഒരെണ്ണത്തിന് 60 ആട്ടോ. അത്യാവശ്യം നല്ല വലിപ്പുള്ളതും പിന്നെ നല്ല തിക്കുമാണ്. ആദ്യം ഞങ്ങൾ ബ്രൗൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്റ്റേഷനറീസ് കാണിച്ചിട്ടൊക്കെ എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ ഇത്രയും അത്യാവശ്യം ഒരു ഇതിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഇതാണ്. ഇത്ര രൂപ അത് കുറച്ച് രൂപ. അപ്സറയുടെ ഇത്ര ഒന്നൊരു പെൻസിൽ, ഇതിൽ എത്ര എണ്ണം നോക്കണം. ഇത് ഇന്ന് വാങ്ങിച്ചതാണ്. ചെറുത് ഇത് കുറച്ച് പ്രോബ്ലം ഉണ്ട്. പിന്നെ 2 ജെൽ പെന്ന്, ഇതൊന്ന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ റബ്ബർ കട്ടർ, പിന്നെ ഈ റബ്ബർ കുറച്ച് സ്പെഷ്യലാണ്. പിന്നെ എൻ്റെ ഇതിൽ കുറച്ച് വേറെ പെൻസിൽ കളക്ഷൻസ് ഉണ്ട്. ഈ പെൻസിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ബോട്ടിൻ്റെ കളർ ചേഞ്ചാണിത്. ഇത് ഞാൻ ബ്ലൂ ആണ് വാങ്ങിച്ചത്. ഇത് കാണാൻ പറ്റും ബ്ലൂ ആണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇത് ബ്രാൻഡ് വന്നിട്ടുള്ള ടാഗ് ഹിൽസ് എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ്. അവരുടെ കുടയും ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ല ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച അത്യാവശ്യം ഒരു 5 വർഷമൊക്കെ കൊണ്ടുപോകാം. ഇനി കുടയുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇന്ന് മഴ പൊരിഞ്ഞ മഴയായിരുന്നു, അതുകൊണ്ട് ഇതൊരെണ്ണം എൻ്റെ അനീതിയുടെ കുടയാണ്. ഇതിങ്ങനെ തിളങ്ങുന്നതല്ലോ കേട്ടോ. ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് വെച്ചാൽ ഒരു സിൽവർ കളറാണ്. നമ്മൾ ഇതാക്കുമ്പോൾ അത് തിളങ്ങണ പോലെ തോന്നും. ഇത് ചൈന കുട എന്ന് പറയും ഇതിനെ, ചൈന കുട അങ്ങനെയാണ് പറഞ്ഞത് അവർ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അത് നോക്കണ്ട, അവിടെ അരിഞ്ചാക്ക് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എന്നാലും നല്ല ക്വാളിറ്റിയാണ്. അടുത്ത് എൻ്റെ കുട പിന്നെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. നോർമൽ ഇത് ടാഗ് ഹിൽസിൻ്റെ ആണ് അംബ്രല്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ കമ്പി ക്വാളിറ്റി വൈസ് എല്ലാതും നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കളർ അങ്ങനെ പോവാത്ത കുറച്ച് സാധനം ഇതൊക്കെ ഫ്രീ കിട്ടിയതാട്ടോ. വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടി. ക്രയോൺസ്, പെയിൻറ്റ് ഫ്രീ കിട്ടിയത് നല്ല രസമുണ്ട്. ഗോൾഡൻ പെയിൻ്റൊക്കെ ഉണ്ട്.
അവിടെ അമ്മ പാത്രം, ഇതൊക്കെ എൻ്റെ ബോക്സ് കളക്ഷൻ പൗച്ചാണ്. ഇതൊക്കെ എൻ്റെ മെമ്മറീസാണ്. ഇതൊരു ടോയ് ആട്ടോ കിട്ടിയത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ട്രിപ്പ് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ ഇതാക്കാം. എന്നിട്ട് ഈ സാധനം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അയ്യോ എല്ലാം പോയില്ലോ. ഇട്ട് ഈ സാധനം കൂടി ഇടാം. നമുക്ക് കാണാം. കറങ്ങനെ നമുക്ക് ഇപ്പുറത്തോട്ടേക്കാം. കറങ്ങനെ നല്ല രസമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഫ്രം ദക്ഷായൻ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഡ്രീം ട്രൂ ആക്കി തരണം. ഓക്കെ.